എല്ലാ പ്രിയ കൂട്ടുകാർക്കും AJ മീഡിയാസ് എന്ന ഈ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്സപ്പിലൂടെ എങ്ങനെ വലിയ ഫയലുകൾ ഷെയർ ചെയ്യാം എന്നതാണ്. നമുക്കറിയാം, വാട്സപ്പിലൂടെ നമുക്ക് വലിയ ഫയലുകൾ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ 30 ഫോട്ടോകൾ കൂടുതൽ നമുക്ക് ഒരുമിച്ച് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആപ്പുകളൊന്നും സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഫോണിൽ തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഗൂഗിൾ ഡ്രൈവ് എന്ന ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഗാലറി പോയി എനിക്കിവിടെ ഷെയർ ചെയ്യുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഇവിടെ ഈ ഫോൾഡറാണ് എനിക്ക് ഷെയർ ചെയ്യുന്നത്. അതിൽ 102 ഇമേജസ് ഉണ്ട്. നമുക്ക് സാധാരണ ഇതിൽ വാട്സപ്പിലൂടെ അത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ ഷെയർ വിത്ത് സേവ് ടു ഡ്രൈവ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇമെയിൽ തോന്നുന്നു ഇത്രയും ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഏത് ഫോൾഡറിലേക്കാണ് വേണ്ടത് എന്ന് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ ഞാൻ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി, ന്യൂ ഫോൾഡർ എന്ന പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം സേവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനവിടെ ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അപ്ലോഡ് ചെയ്തതിന് ശേഷം ഗൂഗിൾ ഡ്രൈവിലേക്ക് പോവുകയാണ്. അവിടെ ഞാൻ ന്യൂ ഫോൾഡർ എന്ന ഫോൾഡറിലേക്കാണ് ഞാൻ സേവ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഞാൻ സേവ് ചെയ്ത ഫോൾഡർ. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഫോൾഡറിൻ്റെ തൊട്ട് ഇപ്പുറ സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കാണാം. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഷെയർ ലിങ്ക് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഷെയർ ലിങ്ക് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ കാണാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വരും. ഞാനിവിടെ എൻ്റെ സുഹൃത്തിന് സെൻഡ് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തു കൊടുത്തു സെൻഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതവന് സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവന് ഈ ഫോട്ടോ കിട്ടണമെങ്കിൽ അവന് ലിങ്ക് ഇട്ട് കഴിയുമ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗൂഗിൾ ഡ്രൈവിലേക്ക് ചെല്ലുന്നതാണ്. അവിടെ ഞാൻ അവന് സെൻഡ് ചെയ്ത് കൊടുത്ത എല്ലാ ഫോട്ടോസും ഉണ്ട്. ഇത്രയധികം ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അവനത് വേണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫോട്ടോസാണ് വേണ്ടത് എന്ന് നോക്കിയിട്ട് ഫോട്ടോൻ്റെ അവിടെ 3 കുത്തുണ്ട്. ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ വരും. ഡൗൺലോഡ് കൊടുത്ത് കഴിയുമ്പോഴേക്കും അത് ഡൗൺലോഡ് ആവുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമ്മുടെ വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് വാട്സപ്പിനേക്കാൾ കൂടുതലായിട്ട് അധികം ഫോട്ടോസ് സെൻഡ് ചെയ്യാം. അതുപോലെ ഈ രീതിയിൽ തന്നെ നമുക്ക് ആപ്പുകൾ വേണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതിന് ലിങ്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ എത്ര വലിയ വീഡിയോസും നമുക്ക് വേണമെങ്കിൽ സിനിമയും ഒക്കെ 1.5 GB വരെയുള്ള ഫയൽസൊക്കെ നമുക്കിതുപോലെ വാട്സപ്പിൽ കൂടെ സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്.